ശ്രീ ഷാബു പ്രസാദ്, ഞാൻ അങ്ങയുടെ മറുപടിയിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര തവണയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കണ്ടും അല്ലാതെയും പരാതികൾ നൽകിയിട്ടുള്ളത്? ആ പരാതികളിൽ കമ്മീഷന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് അങ്ങ് ഓർക്കുന്നുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞതുപോലെ ഒരു നിമിഷം തൃശ്ശൂരിൽ ഉദാഹരണം പറഞ്ഞു. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകളുണ്ട് എന്ന് മുഖ്യ വരണാധികാരിക്ക് LDF സ്ഥാനാർത്ഥി നേരിട്ട് കംപ്ലൈന്റ് ചെയ്തതാണ്. അദ്ദേഹം പരിഗണിച്ചേയില്ല. കരട് ലിസ്റ്റിൽ വന്നവരെ വോട്ട് ചെയ്തോട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അപ്പോൾ നിങ്ങൾ പറയുന്നതിന് മറ്റൊരു കാര്യം, സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഉദ്യോഗസ്ഥ വൃന്ദം എന്നിരിക്കെ ഈ ഉദ്യോഗസ്ഥരെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. അതെ, ഇനി അവിടെ വെക്കണം. ഇനി ഒരു കാര്യം, ഇവർക്ക് പരാതി കൊടുത്തിരുന്നു, ഇലക്ഷൻ കമ്മീഷന് അല്ലെങ്കിൽ വരണാധികാരിക്ക് പരാതി കൊടുത്തിരുന്നു. വരണാധികാരി ആണെങ്കിൽ ഇവരപ്പോഴത്തേക്ക് പഞ്ചമുച്ച അടക്കി മിണ്ടാതൊക്കെ പോയോ? അതാണോ ഇവരുടെ ഉത്തരവാദിത്വം? അവരതിന്റെ ഫർദർ കൊണ്ട് ചെയ്തില്ല എങ്കിൽ രാഹുൽ ഗാന്ധി വിപുലമായൊരു പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് എന്തായാലും എല്ലാ സംസ്ഥാനങ്ങളോടും ആലോചിച്ചിട്ടിരിക്കുമല്ലോ. അദ്ദേഹം കാണിച്ച ആ പ്രസന്റേഷൻ, ഇന്ന ദിവസം ഞങ്ങൾ തൃശ്ശൂർ വരണാധികാരിക്ക് കൊടുത്ത കംപ്ലൈന്റ് ആണ് ഇത്, ഇതിന് ഇലക്ഷൻ കമ്മീഷൻ അനങ്ങിയിട്ടില്ല. അദ്ദേഹം വലിയ പ്രസന്റേഷനിലാണ് നടത്തിയത്. അങ്ങനെ എന്തെങ്കിലും കാണിച്ചു? ഈ കേരളത്തിലെ മഹാരാഷ്ട്രയിലെ പറ്റിയുള്ള ആരോപണം പോലും അദ്ദേഹം പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് നിങ്ങളുടെ അടുത്തുള്ള വോളിയം കുറവേ കേൾക്കുന്നുള്ളൂ, ശരിക്കും കേൾക്കുന്നില്ല. ഓക്കെ, അങ്ങ് തുറന്നോളൂ, ഞാൻ അത് ശരിയാക്കാം. അപ്പോ ഈ കേരളത്തിൽ തന്നെ ഏതാണ്ട് 20,000-22,000 ബൂത്ത് ഉണ്ടെന്നാണ് കറക്റ്റ് ആണെന്നാണ് എന്റെ അറിവ്. ഇനി എത്രയാണെങ്കിലും വായിക്കോട്ടെ. ഇത്രയും പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരു ബൂത്തിൽ ഒരു 5 പോളിംഗ് ഉദ്യോഗസ്ഥർ വെച്ചുണ്ട്. അത് കൂടാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും BLA-മാരുണ്ട്, ഇത്രയും BLO-മാരുണ്ട്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒരു സംവിധാനമാണ് കേരളത്തിൽ പോലും, ചെറിയ സംസ്ഥാനമായി കേരളത്തിൽ പോലും ഉള്ളത്. അവിടെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ മുഴുവനും കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ BJP വോട്ട് ചേർത്തു, ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആരെയാണെന്നോ, ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരുടെ സാമാന്യ ബോധത്തിനെയാണ് അഹിംസയെ വെല്ലുവിളിക്കുന്നത്.